തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണ യോഗവും മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രോഹിത് വി പ്രസാദിന് അനുമോദനവും നടത്തി. ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപീകരണ യോഗവും ഡോക്ടറായി പഠനം പൂർത്തിയാക്കിയ വാവക്കാട് വാടാപ്പുറത്ത് ആഷ് പ്രസാദ് നിഷ ദമ്പതികളുടെ മകനായ രോഹിത് വി പ്രസാദിനെ അനുമോദിക്കുകയും ചെയ്തു. വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ദിജി ഉപഹാര സമർപ്പണം നടത്തി. പിന്നെ ഞാൻ ഈ വാവക്കാടുകാരി ആയ പോലെയുണ്ട്. പെട്ടെന്ന് ഇന്ന് തന്നെ പരിപാടിക്ക് ഇങ്ങോട്ട് വന്നതിൽ ഇതിലും സന്തോഷമുണ്ട്. പിന്നെ ഒരു ഡോക്ടറിനെ ആദരിക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ഒരു നിവൃത്തിയില്ലാത്തവരും ചികിത്സ ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടാത്ത ഒരുപാട് രോഗികൾ നമ്മളുടെ അടുത്ത് വരും. അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രൊഫഷൻ വേറെ ഉണ്ടാകാനില്ല. നമ്മളൊരു രോഗിക്ക് ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരുടെ അസുഖം മാറ്റി കഴിയുമ്പോൾ ആ രോഗി പറയുന്ന ഒരു നല്ല വാക്കുകളുണ്ട് അല്ലേ, ആ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ള സന്തോഷത്തിനേക്കാൾ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു തമ്പുരാട്ടി അധ്യക്ഷത വഹിച്ചു. രാജീവ് മണ്ണാളിൽ സ്വാഗതം ആശംസിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് ആനന്ദൻ കടവിൽ, വി ജി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ ചെയർമാൻ ബാബു തമ്പുരാട്ടി, പ്രസിഡന്റ് ആഷ് പ്രസാദ്, വൈസ് പ്രസിഡന്റ് രാജീവ് മണ്ണാളിൽ, സെക്രട്ടറി ബിനോയ് കോളം വീട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ഷാരി മോൾ, ഖജാൻജിയായി കെ വി ഷീജൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരത്തിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി ഓരോ വീട്ടിലും രക്ഷകർത്താക്കൾ അവർ ചെയ്യുന്ന അവരുടെ പണ്ട് കാലത്ത് അവർക്ക് കിട്ടാത്ത പലതും നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്നുള്ളതിൻ്റെ പേരിലാണ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ അടുക്കിഞ്ഞിട്ടുള്ളൊരു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മക്കളായി വളർത്തി ഉയർന്ന നിലവാരത്തിലുള്ള അത് ഏറ്റവും നല്ല പദവിയിലെത്തുന്ന ഇന്ന് രാജ്യം തന്നെ ബഹുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.